Shankara College, Calicut to this program. I welcome you, ma'am. Last but not least, each and every section was a successful on with the help of all teachers and students who have gathered here on behalf of Economics Department and Shankara College. I welcome all of you to this section. Thank you. Thank you. So, as we planned last day, we want to the concluding part of our lecture series. ഞാൻ തന്നെ പറഞ്ഞു സിലബസിലെ ഇവിടെ ചിന്തിച്ചതിൽ കിടക്കുന്ന ചില ടേംസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അതുകൂടെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഐ വിൽ ഗെറ്റ് എ ഫുൾ സാറ്റിസ്ഫാക്ഷൻ. വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ 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 5-6 പോയിന്റ്സ് കിടപ്പുണ്ട്. So we shall just see what these terms are. അത്ര ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അല്ല. Now, in your syllabus, ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ സ്റ്റേഷനാരിറ്റി ആൻഡ് എർഗോസിറ്റി എന്നുള്ള ആണ് തുടക്കത്തിൽ തന്നെ കാണുന്നത്. ആൻഡ് യു ക്വൈറ്റ് ഫെമിലിയർ വിത്ത് what is stationarity, meaning variance and constant. നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞതാണ്. യു ആർ വിൽ സർവ് വിത്ത് ദ ടേം സ്റ്റേഷനാരിറ്റി. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടേമാണ് എർഗോസിറ്റി. അതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നത് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. when you derive from a large sample mean converges to the population അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ, വേറെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോയിന്റ് പറയുന്നത് ലാർജ് ഇൻഫർമേഷൻ, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ if the length of the time series data is so large, അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മീനാണ്. മീൻ റിസംബിൾ വിത്ത്, ആ വാക്ക് റിസംബിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. റിസംബിൾ മലയാളത്തിൽ പറയണമെങ്കിൽ സമന്വയിക്കുക എന്നൊക്കെ പറയല്ലോ, അതാണ് റിസംബിൾ വിത്ത് പോപ്പുലേഷൻ മീൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ പോപ്പുലേഷൻ മീനിനെ ഈക്വലായിട്ട് വരും long series of data. So this is അവിടെ we call this stationarity. നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റേഷനാരിറ്റിയിൽ മീൻ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. അതിന്റെ വേറെ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പിൾ മീൻ ലോങ് റണ്ണിലെ പോപ്പുലേഷൻ മീനോട് സമന്വയിക്കപ്പെടുന്നു. What we mean by ergosity എന്ന് പറയുന്ന term. Of course, we are not കാരണം ഞാൻ ഫർദർ ആയിട്ടൊന്നും വിളിച്ച് പറയുന്നില്ല. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി കാണിക്കാൻ അത് സിലബസ് ഇല്ല, സിലബസിലാക്കി വന്നു എന്ന് മാത്രം. Number 2, the second one term, it is Armax.
ARMAX. Armax. Armax means auto regressive moving averages with exogenous inputs. With exogenous inputs. ആ എക്സോജീനിയസ് ഇൻപുട്സ് ആണ് AX എന്നുള്ള ഇതിൽ ഉപയോഗിക്കുന്നത്. എന്താണ് എക്സോജീനിയസ് ഇൻപുട്സ്? The inputs or the variables which are not in the system. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് പുറത്തുനിന്നുള്ള വേരിയബിൾസ്. Now, ഈ ഓഫ് കോഴ്സ് ഇതും നിങ്ങൾ പിന്നെ ഒരു ബുക്കിലും കാണില്ല അർമാക്സ് ഒന്നും. കാരണം അർമാക്സ് ഒക്കെ അപ്പൊ തന്നെ അത് അർമയായിട്ട് മാറുന്നുണ്ട്. സോ ദർ ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഓർ റെഫറൻസ് ഇൻ എനി ബുക്ക് അർമാക്സ് എന്നുള്ള വാക്ക് ടേമൊന്നും കാണില്ല. ഇറ്റ് ഈസ് സെയിം ആസ് അർമ. ഇതാണ് അർമാക്സ്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടേം. അർമാക്സ് പറഞ്ഞിട്ട് അതിനകത്ത് എടുക്കുന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Then another term, it is Johansen-Jesselin test. Johansen, JOHANSON. Johansen-Jesselin test എടുക്കുന്നതാണ്. Which is also not widely discussed in the literature. ഇത് ഉപയോഗിക്കുന്നത്, when you talk about the different statistical tests in time series, നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് 3 ടെസ്റ്റുകളാണ്, which we discussed. One is Dickey-Fuller test, ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. Then augmented Dickey-Fuller test. Then Angel-Granger test. ഇത് മൂന്നുമാണ് നമ്മുടെ ഡിസ്കഷനിൽ ടൈം സീരീസ് അനാലിസിസിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഫിലിപ്പെരേൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ടെസ്റ്റുകൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആ ടെസ്റ്റിൽ പെട്ട ഒന്നാണ് ജൊഹാൻസൺ ടെസ്റ്റ്. ഇത് ദ യൂസ് ഓഫ് ദിസ് ടെസ്റ്റ്, ജൊഹാൻസൺ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് for testing co-integration series ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. What is co-integration? രണ്ട് സീരീസ്, 2 or more series of data സ്റ്റേഷനറി ആക്കിയിട്ട് ചെയ്യുന്നതാണ് co-integration. If you remember our earlier classes, നമ്മുടെ കയ്യിൽ ഡാറ്റ സെറ്റ് ഉണ്ട്. If I remember correct, the example used was consumption function. കൺസംഷൻ ഡാറ്റയുണ്ട്, ഇൻകം ഡാറ്റയുണ്ട്. സ്റ്റേഷനാരിറ്റി നോക്കാതെ നമുക്കിത് ചെയ്യാം. സ്റ്റേഷനാരിറ്റി നോക്കാതെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിഗ്രഷനെ we call it a spurious regression. പക്ഷെ പലപ്പോഴും ഈ സ്പ്യൂരിയസ് റിഗ്രഷന്റെ എക്സ്പ്ലനേഷൻസ് പലപ്പോഴും വാലിഡ് ആകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ relevance will be questioned. Because of that, we convert that into stationarity. കൺസംഷൻ ഡാറ്റയെയും ഇൻകം ഡാറ്റയെയും സ്റ്റേഷനറി ആക്കി മാറ്റുന്നു. സ്റ്റേഷനറി ആക്കി മാറ്റാൻ ഓഫ് കോഴ്സ് യു നോ നൗ ഫസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് എടുത്തിട്ട് ചെയ്യുന്നു, വീണ്ടും കൺസംഷൻ ഫംഗ്ഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നു. And when we work out this consumption function, we call it as co-integrated regression. ഇത് രണ്ടല്ല, എത്ര എണ്ണം വേണമെങ്കിൽ വരാം. കൺസംഷൻ, ഇൻകം, സേവിങ്, എത്ര വേണമെങ്കിൽ എടുക്കാം. അപ്പോ when we do the co-integrated regression with different series, 2 എണ്ണാവാം, 3 എണ്ണാവാം, 4 എണ്ണാവാം,
Generally, we call it a K series. 3 വേരിയബിൾ, 2 വേരിയബിൾ, 3 വേരിയബിൾ അങ്ങനെ എടുത്തു പോകും. ഇങ്ങനെ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള കോ ഇന്റഗ്രേഷൻ കാണുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജോഹാൻസൺസ് ടെസ്റ്റ് വിത്ത് എ നൾ ഹൈപ്പോത്തസിസ്. കാരണം ഏത് ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയാം, ഈ ടെസ്റ്റ് നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ടെസ്റ്റ് നിങ്ങൾ നൾ ഹൈപ്പോത്തസിസ്. വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്? മിക്കവാറും നമ്മൾ എടുക്കുന്ന നൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയും? The series are not co-integrated. The series are not co-integrated എന്ന് പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് നമ്മളത് നൾ ഹൈപ്പോത്തസിസ്, സീരീസ് കോ-ഇന്റഗ്രേറ്റഡ് ആണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒന്നും ഓഫ് കോഴ്സ് ലിറ്ററേച്ചർ കാര്യമായിട്ട് കാണില്ല. കാരണം എന്ന് വെച്ചാൽ ടുഡേ ഓൾ ദീസ് ഇതൊക്കെ 1980s വന്ന ഡെവലപ്മെന്റ്സ് ആണ്. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറിലാണ്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് അനുസരിച്ച് വാലിഡ് ആണോ അല്ലേ എന്നൊക്കെ കമ്പ്യൂട്ടറിന് ഇൻഡിക്കേറ്റ് ചെയ്യും പല വാല്യൂസ് വെച്ച്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ലിറ്ററേച്ചർ കാര്യമായിട്ട് കാണാത്തത്. ബട്ട് ദിസ് ഈസ് ടെസ്റ്റ്. ജോഹാനസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഈ കോറിലേഷൻ സീരീസ്, കോ-ഇന്റഗ്രേറ്റഡ് സീരീസ്. ഈ കോ-ഇന്റഗ്രേറ്റഡ് സീരീസ് തമ്മിൽ ഉള്ള കോ-ഇന്റഗ്രേഷൻ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്ന് അറിയുന്നതിനുള്ള ഒരു ടെസ്റ്റാണ് ജോഹാനസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. Then there is another wording in your syllabus, Granger representation theorem എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. You have Granger representation theorem. Now ഇവിടെ ഈ ഗ്രാങ്കർ പറയുന്ന ഒരു കാര്യം, the co-integration, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വെക്റ്റർ ഓട്ടോ റിഗ്രഷൻ പ്രോസസ്. യു നോ വാട്ട് ഈസ് വെക്റ്റർ ഓട്ടോ റിഗ്രഷൻ പ്രോസസ്? that can be divided into 4 components. ആ മൊത്തം വെക്റ്റർ ഓട്ടോ റിഗ്രഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 4 തിയററ്റിക്കലാണ്. അത് ഇസ് നോട്ട് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു തിയററ്റിക്കൽ ഇഷ്യൂ ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് 4 കമ്പോണൻസ് വരുന്നുണ്ട്. One is components of a random walk ഉണ്ട്, tertiary process ഉണ്ട്, the deterministic part ഉണ്ട്, and also the error term ഉണ്ട്. There are 4 components. Which are the 4 components? There is a random walk ഉണ്ട് അതിനകത്ത്, then stationary process ഉണ്ട്, ഒരു deterministic trend ഉണ്ട്, അതുപോലെ തന്നെ ഒരു error term ഉണ്ട്. 4 കൂടി ചേർന്നിട്ടാണ് ഈ വെക്റ്റർ ഓട്ടോ റിഗ്രഷൻ പ്രോസസ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഗ്രാങ്കറിന്റെ തിയറം. ദാറ്റ് ഈസ് ടെക്നിക്കലി കോൾഡ് ആസ് ഗ്രാങ്കർ ഡീകമ്പോസിഷൻ തിയറം എന്ന് പറയുന്ന ഒരു തിയറം അതിനകത്ത് കിടക്കുന്നു. Now the last term which is mentioned in your syllabus is Bridge-Paget test. Bridge-Paget test എന്ന് പറഞ്ഞ Bridge-Paget test. ഈ Bridge-Paget test we learn along with heteroscedasticity-ലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ when you learn heteroscedasticity in the 3rd semester അവിടെ ഈ ടേം വരുന്നുണ്ട്. ടെസ്റ്റിംഗ് heteroscedasticity-യുടെ ടെസ്റ്റിംഗ് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് you have this term Bridge-Paget test, which is a test statistic or a testing method to know whether there is a presence of heteroscedasticity or not. Heteroscedasticity ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. Which is
widely used നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ സിലബസ് വൈസ് പറയുമ്പോൾ യൂസ്ഡ് ഇൻ പാനൽ ഡാറ്റ അനാലിസിസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? There is a null hypothesis. What is a null hypothesis? എല്ലാ ക്രോസ് സെക്ഷനും സെയിം ഹെട്രോസിഡാസ്റ്റിസിറ്റി, സെയിം വാല്യൂ ആണ് ഹെട്രോസിഡാസ്റ്റിസിറ്റി. ഇന്നലെ നമ്മൾ കണ്ടു പല ക്രോസ് സെക്ഷൻസ് ഉണ്ട്, ഫാക്ടറി 1, ഫാക്ടറി 2, ഫാക്ടറി 3 എക്സെട്ര. എല്ലാതിൻ്റെയും ഹെട്രോസിഡാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് സെയിം ആണ്. അതർവൈസ് we are assuming homoscedasticity, because if you remember, heteroscedasticity ഇല്ലാതെ വരുമ്പോഴാണ് of course homoscedasticity condition violate ചെയ്യപ്പെടുമ്പോഴാണ് heteroscedasticity ഉണ്ടാകുന്നത്. What is homoscedasticity? Variance remains constant. Variance remains constant. അപ്പം ഇതാണ് നമ്മുടെ നൾ അസംഷൻ, നൾ ഹൈപ്പോത്തസിസ്. ഈ ടെസ്റ്റ് വേരിയൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് വാല്യൂമായി കമ്പയർ ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ഹെട്രോസിഡാസിറ്റി ഉണ്ടോ ഹോമോസിഡാസിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ടെൽസ് യു ദാറ്റ് there is heteroscedasticity problem. So these are just some terms. What is നിങ്ങളുടെ സിലബസിൽ അവിടെ ചിന്തിച്ച് കിടക്കുന്ന ചില ടേംസ്. Of course, I don't think so why it is included in the syllabus itself. അതൊന്നും ഞാൻ പറഞ്ഞ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കി ഫുള്ളറും ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളറും ഏഞ്ചൽ ഗ്രാങ്കർ ടെസ്റ്റുമാണ്. അതുപോലെ തന്നെ a detailed discussion on what you call this panel data, etc. Type series, etc. But broadly covered. ഇനി ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, if you have any doubts or any clarifications raise ചെയ്യാമെന്ന് പറഞ്ഞു. I got one doubt. സുബിന് ടീച്ചർ ഡൗട്ട് പ്രസാദ് സാറിന് അയച്ചു കൊടുത്ത്, സാർ എനിക്ക് 2 കാര്യങ്ങൾ ടീച്ചർ ചോദിച്ചിരുന്നത്. നമ്പർ 1, what is dynamic panel data analysis? ഈ ഡൈനാമിക് പാനൽ ഡാറ്റ അനാലിസിസ് എന്താണെന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. നൗ ഈ ഡൈനാമിക് പാനൽ ഡാറ്റ അനാലിസിസ് ഇന്നലെ ജസ്റ്റ് ടച്ച് ചെയ്തു അത്, പക്ഷെ അത് ഈ പർട്ടിക്കുലർ വേർഡ് ഉപയോഗിച്ചില്ല എന്ന് മാത്രം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ടു വേ ഇഫക്റ്റ്. ടു വേ ഇഫക്റ്റിനെ കുറിച്ച് നില പറയുന്നുണ്ട്. So we have 2 effects, one-way effect and two-way effect. What is one-way effect? One-way effect, as I told you yesterday, cross sections എല്ലാം separate interceptuകൾ derive ചെയ്യും. Cross sections എല്ലാം separate interceptuകൾ, as we have seen yesterday. Suppose there are 3 companies or 3 individuals or 3 institutions as cross section. 3 ഇൻഡിവിജ്വൽ 3 സെപ്പറേറ്റ് ഇന്റർസെപ്റ്റുകൾ നമ്മൾ ഡമ്മി കൊടുത്തിട്ട് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് നില പറയാം. ഡമ്മി കൊടുത്തിട്ടുള്ള പ്രോസസ് നിലയും പറയും. ദാറ്റ് ഈസ് വൺ വേ. ടു വേ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഫോർ ഈച്ച് ആൻഡ് എവരി ഇയർ there will be separate dummy. For each and every year there will be separate dummy. Suppose there are 10 years. There will be 10 dummies there. Then you can just imagine, if you think of a system with m cross sections and n years. You think of a system with m m cross sections and n time period. And just imagine. അപ്പം ഇതാണ് ഒരു പാർട്ട്.
ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പാർട്ട്. എല്ലാ ടു വേ ആയിട്ടുള്ള ഇൻ്റർസെപ്റ്റുകൾ, എല്ലാ ടൈമിനും സ്പേസിനും ഇൻ്റർസെപ്റ്റ് സെപ്പറേറ്റ് ഇൻ്റർസെപ്റ്റ് കഴിഞ്ഞില്ല. Now when we do this exercise, it is found that there will be some econometric problems like multicollinearity, autocorrelation, heteroscedasticity, ഇങ്ങനെയുള്ള എല്ലാ econometric statistical problems. കാരണം ദ സിസ്റ്റം ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. ഒരുപാട് ഇൻ്റർസെപ്റ്റുകളും ഒരുപാട് വേരിയബിൾസ് ഒക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം. അതുകൊണ്ട് ഡൈനാമിക് എന്നുള്ള പേര് വരാൻ കാരണം. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി എ ലോട്ട് ഓഫ് econometric problems will be created. And when there are some econometric problems, you are trying to reduce that econometric problem with the use of instrumental variables. Otherwise what is called as proxy variable. എന്താണ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ, എന്താണ് അല്ലെങ്കിൽ പ്രോക്സി വേരിയബിൾ എന്ന് പറയുന്നത്? ഇത് നമ്മൾ whenever you learn econometrics പല സ്ഥലത്തും വരുന്ന ഒന്നാണ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ. വാട്ട് ഈസ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ? ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ രണ്ട് പ്രത്യേകതകളുണ്ട്. ഫോർ എക്സാമ്പിൾ you take two variables, x1 x2, രണ്ട് വേരിയബിൾ ഉണ്ട്, x1 x2. ഈ രണ്ട് വേരിയബിൾ x1 x2 നമ്മുടെ ഏതെങ്കിലും മോഡലിൽ ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിക്കുക. സിമ്പിളായിട്ട് പറയാം. വാട്ട് യു സ്റ്റഡി ഇൻ ദ തേർഡ് സെമസ്റ്റർ. ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, കുറെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. രണ്ട് വേരിയബിൾ ഞാൻ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് x1 x2. ഈ x1 x2 തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ x1 x2 ഹൈലി കോറിലേറ്റഡ്, വാട്ട് ഈസ് കോൾഡ് മൾട്ടികോലിനിയാരിറ്റി പ്രോബ്ലം. ഇതുപോലെ പല ഇക്കണോമെട്രിക് പ്രോബ്ലംസും അനാലിസിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. x1ഉം x2 നമ്മൾ ഒഴിവാക്കും. ഞാൻ ഈ രണ്ട് വേരിയബിളുകൾ തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആണ്. സോ we avoid these variables in the model. Then അതിന് പകരം ഈ രണ്ട് വേരിയബിളിനെയും ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന വേറെ വേരിയബിൾ കൊണ്ടുവരും. That is an instrumental variable. A variable which are not related to x1 or x2 at the same time revealing the behavior of x1 and പരസ്പരം കോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾ ഒഴിവാക്കി, instead of that we come out with a new variable which is called as an instrumental variable, which is widely used. പല സ്ഥലത്തും വരുന്നുണ്ട് econometrics. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. സോ ടു വേ ഇഫക്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, wherever necessary instrumental variables നമ്മുടെ മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. Or if I put in simple terms, highly complicated ആയിട്ടുള്ള ഒരു പാനൽ ഡാറ്റ സിസ്റ്റമാണ്, as the name tells you, ഡൈനാമിക്. ഇത്രയേ ഉള്ളൂ. അതായത് മോഡലിൽ നിന്ന് വലുതാക്കി കൊണ്ടുവരുന്നു, കുറെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ജസ്റ്റ് ടോൾഡ് അബൌട്ട് ദി സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിങ്ങിന്റെ സെയിം പോലെ തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റത്തിനെയാണ് we call it as dynamic panel data. പക്ഷെ അവിടെ a lot of statistical issues are there, a lot of measurement issues are there, a lot of interpretation issues. All these issues are there. ഇതാണ് ഈ കോൺസെപ്റ്റ്. എത്രയുള്ളൂ കോൺസെപ്റ്റ്, എത്രയുള്ളൂ. ആ ഡൈനാമിക് എന്നുള്ള പേര് പറയുന്ന അതേ കാര്യം തന്നെ ഇതിനകത്ത് വരുന്നു. സോ ദീസ് ആർ സം ഓഫ് ടീച്ചർ രണ്ട് ബുക്കിനെ ചോദിച്ചത് ഞാൻ പറയാം, അവിടേക്ക് എത്തുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഈ സിലബസിൽ ചിഹ്നിച്ച് കിടക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡയറക്റ്റ്, ഓഫ് കോഴ്സ് പല കാര്യങ്ങളും മറ്റൊരു തരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് വേർഡ് ഉപയോഗിച്ച് പറയാതിരുന്നിട്ടുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ 5 മോഡ്യൂൾ. Now when we come to the concluding part, I know students are
attending the classes, and also researchers as well as teachers are attending them. Now, just for your familiarity, പരീക്ഷയ്ക്ക് വേണ്ടതിലെങ്കിൽ കൂടെ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് നമുക്കിത്, കാരണം ടൈം സീരീസ് അനാലിസിസ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് പാക്കേജ്, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏതൊക്കെ പാക്കേജസ്? Now, number one, it is നിങ്ങളുടെ എല്ലാവരുടെ കമ്പ്യൂട്ടറിലുള്ള എക്സൽ. എക്സലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു പരിധി വരെയുള്ള അനാലിസിസുകളെല്ലാം, ഒരു പരിധി വരെയുള്ള അനാലിസിസ് എല്ലാം എക്സലിൽ ചെയ്യാൻ പറ്റും. വലിയ കോംപ്ലിക്കേറ്റഡ് ടൂൾസിലേക്ക് പോകാൻ പാക്കേജിലേക്ക് വേണമെന്നില്ല. ഇൻ എവരി കമ്പ്യൂട്ടർ സിസ്റ്റം ദർ ഈസ് എക്സൽ, നമ്പർ വൺ. നമ്പർ ടു, ഇനി നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ we go for SPSS. SPSS, Statistical Package for Social Sciences. അതിങ്ങനെ വെർഷൻസ് മാറി 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 വരുന്നുണ്ട്. ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ്, എനിക്കറിയില്ല, ഇപ്പം ഏതാണ്ട് 24ാമത്തെ വെർഷൻ മറ്റേ ആയിട്ടുണ്ട്. SPSS 24 വെർഷൻ ആയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ SPSS പറയുന്നുണ്ടെങ്കിലും അതിന്റെ പേര് മാറിയിട്ടുണ്ട്. IBM ആണത് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് ആദ്യം ചെയ്തിരുന്നത്. അപ്പൊ ഐ തിങ്ക് വേറെ ഒരു യൂണിവേഴ്സിറ്റി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ അതിന് ശരിക്കും പേര് SPSS എന്നല്ല, വേറെ എന്തൊരു പേരാണ് ഇപ്പൊ SPSS എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് വേർഷൻസ് മാറി മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ 23, 24 എന്നൊക്കെ പറഞ്ഞാൽ കോസ്റ്റ് കംസ് നിയർലി 5 lakh 6 lakh rupees വരുന്നത്. പക്ഷേ പഴയ വെർഷൻസ് ഒരു മാസത്തെ ട്രയലിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. വിച്ച് യു നോ, പലർക്കും അറിയായിരിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ ഡാറ്റ അനാലിസിസ്, കുട്ടികളുടെ പ്രോജക്റ്റിന് ഡാറ്റ അനാലിസിസ് 2 ആഴ്ചക്ക് വേണമെങ്കിൽ ഫ്രീലി ഡൗൺലോഡ് ചെയ്യും. പഴയ വെർഷൻ ആയിരിക്കും എന്തായാലും നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യും. ഇതിന്റെ സെക്കൻഡ് വൺ SPSS. Then there is a third one. It is eViews, the widely used package. Econometric analysisലെ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള പാക്കേജാണ് eViews എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ്. മിക്കവാറും അനാലിസിസ് ഒക്കെ നമുക്ക് eViews വെച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ നോ മെനി സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സ് ആർ യൂസിങ് eViews. Then we have പിന്നെയും 2 packages പലതുണ്ട്. But 2 packages which I want to mention. One is a Gretel. There is a statistical package called Gretel. ഈ ഗ്രെറ്റലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയും? ഇറ്റ് ഈസ് ഫ്രീ ഡൗൺലോഡിംഗ് ആണ്. കോസ്റ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ പല many researchers are downloading it. That is another one. Then another tool which is becoming very popular nowadays is R program. Capital R. R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. R program. പക്ഷെ R program ഇപ്പൊ ധാരാളം നമ്മൾ എക്കണോമിക്സിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ R പ്രോഗ്രാമിന് ചെറിയ പ്രോബ്ലം ഉള്ളത്, നമ്മൾ അതിന്റെ പ്രോഗ്രാം എഴുതണം. നേരിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. You have to write this program, but not very difficult. വളരെ ഉപയോഗിക്കുന്നത്. So these are some of the 4 or 5 packages which are widely used. പിന്നെയുണ്ട് MStat ഉണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട് MStat എന്ന് പറഞ്ഞ ശ്വാസം പാക്കേജ്. പിന്നെ ഓഫ് കോഴ്സ് പാക്കേജസ് പിന്നെയും പലതുമുണ്ട്. But these are the popular packages used for econometric analysis. So I gave you some idea about what are the packages. Now, as you know, the purpose of this series all these days, it was 2 purpose വേണമെങ്കിൽ പറയാം. One is to equip you write the examination as far as the students are concerned, and as far as other participants are concerned,
to get some insight into the tools with the cautions. ടൂൾസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ, ഡാറ്റ അനാലിസിസ്. അപ്പോൾ the teachers who attended classes or researchers who are അവർക്ക് ഇങ്ങനെ ഒരു purpose. Now, what you should do, I do admit, നിങ്ങളുടെ ഈ സിലബസ് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. I don't know what is the reasons behind, but I do admit, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കുറച്ചൊരു PG ലെവലിൽ കുറച്ച് കട്ടി കൂടുതലായിരുന്നു സിലബസിൽ. ഇപ്പം ഐ തിങ്ക് അത് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. So when you prepare for the examination, how to be equipped, ഇവിടെ ചെയ്യേണ്ട സ്റ്റുഡൻസിനോട് വേണ്ടി ഞാൻ പറയുന്നത്, നമ്പർ 1, I have given you the PowerPoint. PowerPointന് വളരെ ഗ്യാപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നു, വിത്ത് എ പേർപ്പസ്. PowerPoint എല്ലാം അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പലതും നമ്മൾ തന്നെ ചെയ്ത് പഠിച്ച് ഉണ്ടാക്കിയിട്ട്. നമ്പർ 1. നമ്പർ 2, അപ്പോൾ PowerPoint it gives you a blueprint about the subject. Then all these days I was taking all effort from my side to explain slowly, to explain simply, and to explain പലതും മലയാളത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. Because it is an online affair. ഓൺലൈൻ അഫെയറിൽ എല്ലാം ഇംഗ്ലീഷിൽ മാത്രം ഹൈലി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. So I was in very slow speed, in a very, very simplified way, in local language. താറാന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നു. മാത്രമല്ല ചില എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറയുമ്പോൾ ആ പ്യുവർ ടെക്സ്റ്റ് ബുക്കിന്റെ ആ എന്താ പറയുക അബ്സ്ട്രാക്റ്റ് ഭാഷയിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് വന്നിട്ട് പറഞ്ഞിരുന്നത്. കാരണം നിങ്ങളിലേക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ചിറ്റി, ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചിറ്റി കൊണ്ട് അടിച്ചു കയറ്റുന്ന പോലെയാണ് ഐ വാസ് ഫോളോയിങ് ദാറ്റ് സ്റ്റൈൽ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ലെക്ചർ നോട്ട്സും പോയിന്റ്സ് കുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതും പവർ പോയിന്റും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഫെയർ ഐഡിയ അബൌട്ട്. പരീക്ഷ എഴുതാൻ ഞാൻ പറയും വിത്ത് ധൈര്യം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ തന്നെ ക്യാൻ സ്കോർ വെരി ഗുഡ് മാർക്ക്. പ്ലസ് ഇറ്റ് ഷുഡ് ബി സപ്ലിമെന്റഡ് വിത്ത് അല്പം ടെക്സ്റ്റ് ബുക്ക് റീഡ്. അതിപ്പോൾ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് അല്പം ടെക്സ്റ്റ് ബുക്ക് റീഡിങ്. ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെ ഇരുന്നങ്ങോട്ട് പഠിക്കുന്ന ഒരു ശൈലിയൊന്നുമില്ല. മീൻസ് അത്രയും എഫേർട്ട് എടുക്കുന്നത് കുറവാണ്, അതെന്തോ ആവട്ടെ. പക്ഷെ ഐ തിങ്ക് നിങ്ങൾ മിക്കവരും ഫോളോ ചെയ്യുന്നത് ഗുജറാത്തി ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും അതിലായിട്ട് ഫോളോ ചെയ്യുക. whatever the textbook you follow, the students as well as teachers raise a complaint. സ്ഥിരം പറഞ്ഞ കംപ്ലൈന്റ് എന്താ അറിയോ? ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവില്ല. അതിന് നിങ്ങളുടെ കുറ്റമല്ല, ഞങ്ങളുടെ കൊക്ക അങ്ങനെ തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? It is because when the authors write textbooks, particularly mathematics related subjects, അവര് കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കൺസംഷൻ ഫംഗ്ഷൻ നിങ്ങൾ എല്ലാവരും MA-കാർക്ക് മാക്രോയിൽ പഠിക്കുന്നതാണ്. C = A + BY. കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. C = A + BY. B എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി കൺസ്യൂമർ, എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ മാത്തമാറ്റിക്സുകാർക്ക് ഇത് എഴുതുമ്പോൾ എന്തുണ്ടാവും അറിയും? C = A + BY നീട്ട് അപ്പുറത്ത് എഴുതും, B > C. ഒരു വേണ്ടാത്തൊരു സാധനം ഫിറ്റ് ചെയ്യാൻ B > C, > or = 0. ഇത് കാണുന്നതോടുകൂടി നമുക്ക് തലകറങ്ങും.
You take any textbook of econometrics. ഓരോ പേജിലും കാണുന്ന ഒന്നുണ്ട്. UIUJ ആണ്, അൺകോറിലേറ്റഡ് ആണ്, കോറിലേറ്റഡ് ആണ്, XIJ കോറിലേറ്റഡ് ആണ്, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണും. It is the rule for writing mathematical material. നിങ്ങൾ, if you remember your school classes, 8th standard or 9th standard, when the teachers, mathematics പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പലപ്പോഴും പറയുന്നൊരു യൂസേജ് ഉണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ അവർ ഉടനെ പറയും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ചില സ്കൂളുകളിലൊക്കെ ചില മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന്റെ കുട്ടികൾ വിളിക്കുന്ന പേര് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ്. ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറഞ്ഞാലേ കംപ്ലീറ്റ് ആകും. Now I can end an experience പറയും. 5 കൊല്ലം മുമ്പ് ഞാൻ ഡൽഹിയിൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലുണ്ട്. 11-12 ക്ലാസ്സുകളിലെ കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് എക്കണോമിക്സ് ഡെവലപ്പ് ചെയ്യുന്ന കമ്മിറ്റിയിലുണ്ട്. അപ്പം അന്നൊരു ഡിസ്കഷൻ വന്നു അവിടെ. അതായത് കുറച്ച് മാത്തമാറ്റിക്സ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള ഡിസ്കഷൻ. ആ ബുക്ക് എഴുതിയിട്ടുണ്ട്, പക്ഷെ ബുക്ക് തുടങ്ങിയിട്ടൊന്നുമില്ല, ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മാത്തമാറ്റിക്സ്, കുറച്ചെന്ന് പറഞ്ഞാൽ സ്കൂൾ പിള്ളേരുടെ ലെവലിൽ ഉള്ള കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് ചെയ്തുകൊണ്ട് ബുക്ക് എഴുതി. ആൻഡ് ഐ ബ്രോട്ട് എ ചാപ്റ്റർ ഓൺ നാഷണൽ അക്കൗണ്ടിങ്. അതൊക്കെ എഴുതി കഴിഞ്ഞ് വി മെറ്റ് അഗെയിൻ ഇൻ ഡൽഹി ഫോർ ഡിസ്കഷൻ. ഈ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 3 days അവിടെ കൂടി. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ വൺ ടീച്ചർ who prepared notes on consumption theories or something like that. അതുകൊണ്ടാണ് പറയാൻ ഈ കൺസംഷൻ ഫംഗ്ഷൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ടീച്ചർ കൺസംഷൻ ഫംഗ്ഷൻസ് (A+B/Y) കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട് ബുക്കിൽ, ചാപ്റ്ററിൽ. എന്നിട്ട് ടീച്ചർ അതിൻ്റെ അപ്പുറത്ത് എഴുതി വെച്ചു B > or equal to 0. അപ്പൊ ഇത് ഡിസ്കഷൻ വന്നപ്പോൾ മറ്റൊരു പ്രൊഫസർ അദ്ദേഹം പറഞ്ഞു, ഈ C = A+B/Y പോരെ, അതിൻ്റെ അപ്പുറത്ത് എന്തിനെ വെറുതെ B > 0 അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അതും ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ കമ്മിറ്റിയിൽ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസർ തിവാരി ഡൽഹി. ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ആഴ്ച തിവാരി കോവിഡായിട്ട് മരിച്ചു. ഈ സംഭവം ഓർക്കാൻ കാരണം, തിവാരി കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ കോവിഡായിട്ട് മരിച്ചു. അദ്ദേഹം ഇത് മാത്തമാറ്റിക്കൽ കണ്ടന്റ് കൊണ്ടുവരുന്ന ഡിസ്കഷൻ ആയതുകൊണ്ട് മാത്തമാറ്റിക്സ് പ്രൊഫസറും കമ്മിറ്റിയിലുണ്ട്. അത് ഇങ്ങൊരു പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല, അത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷന്റെ ഭാഗമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് പറയാൻ കാരണം, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ഗോ ത്രൂ ഇക്കണോമെട്രിക്സ് ബുക്സ്. നിങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ പലയിടത്തും മാറ്റി വയ്ക്കും. അത് അണ്ടർസ്റ്റുഡ് ആണ്. There are some stochastic properties, stochastic assumptions, Gauss-Markov theorem. If you remember the 3rd semester, Gauss-Markov theorem. അവിടെ കുറെ അസംഷൻസ് പറയുന്നുണ്ട്. UIUJ 0 ആണ്, U റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, വേരിയൻസ്, ഒരുപാട് അസംഷൻസ് പറയുന്നു. പക്ഷെ ഇത് ഓരോ സ്ഥലത്തും നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യം പറയുമ്പോൾ ഇത് പറഞ്ഞാലേ കംപ്ലീറ്റ് ആവൂ, അല്ലെങ്കിൽ തെറ്റാണ്. നമ്മൾ ഈ അസംഷൻസ് പറയാതെ ഒരു കാര്യം പറഞ്ഞാൽ മാത്തമാറ്റിക്കലി തെറ്റാണ്. അതുകൊണ്ടാണ് ഈ ബുക്കിൽ ഇങ്ങനെ ഡിസ്കഷൻ കുറേ കാണും. അത് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് പലതും മാറ്റി വയ്ക്കാം. അത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. അപ്പം അത്രയും മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഓരോ തിയറിയുടെയും ഓരോ ടോപ്പിക്കിൻ്റെയും ആ കണ്ടന്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ യു ഡോണ്ട് ഫൈൻഡ് ബുക്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ വേറെ ഒന്നുണ്ട്, ഗുജറാത്തി വായിക്കുമ്പോൾ, എക്കണോമെട്രിക്സ് ഒക്കെ വായിക്കുമ്പോൾ വേർഡ് ബൈ വേർഡ് ഇരുന്ന് വായിക്കുന്നത് വേണം. പകുതി സിനിമ കാണുകയും പകുതി പാട്ട് കേൾക്കുകയും ചെയ്തിട്ട് ഇതുപോലുള്ള ബുക്സ് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളത് ഫാക്റ്റ്. പക്ഷെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ മറക്കൂല. ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും പറഞ്ഞു. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേയും പെടുത്തുകയാണ്. ഇനി ഓവറോൾ ഐഡിയാസ് ഷെയർ ചെയ്യാണ്.
നമ്മൾ ഗുജറാത്തിനെ ഗംഭീരമായിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും എക്കണോമെട്രിക്സിന്റെ ഒരു ഗംഭീര ബുക്കായിട്ട് ഗുജറാത്തിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ജോൺസ്റ്റന്റെ ബുക്കാണ്, ഇക്കണോമെട്രിക് മെത്തേഡ്സ് ബൈ ജോൺസ്റ്റൺ. ഇക്കണോമെട്രിക് മെത്തേഡ്സ് ബൈ ജോൺസ്റ്റൺ. ഈ ഗുജറാത്തിയുടെ മറ്റൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യട്ടെ. ഗുജറാത്തിയാണ് ഞങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്റർ വൈവയ്ക്ക് വന്നത്. ഗുജറാത്തി വന്നു. ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങളിപ്പോൾ അന്തം വിടുന്നുണ്ടാവും. ജോൺ മത്തായി സെന്ററിൽ എങ്ങനെ ഗുജറാത്തി വന്നു? ഗുജറാത്തി ഈസ് എൻ ഇന്ത്യൻ, ആന്ധ്രക്കാരനാണ് അദ്ദേഹം. ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ബോസ്, ഞാൻ പറയുന്നത് 43 കൊല്ലത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നു. അദ്ദേഹം ഞങ്ങളുടെ പ്രൊഫസറുണ്ട്, പി പിള്ള സാർ, ശ്രീജയ്ക്ക് അറിയാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പല ടീച്ചേഴ്സ് അറിയാം. പിള്ള സാറിന് ഞാനൊക്കെ എക്കണോമിക്സ് പഠിപ്പിച്ചു. സാറ് അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കിട്ടി അമേരിക്കയിൽ പോയി. സാറ് ട്രെയിനിൽ, ന്യൂയോർക്കെല്ലാം പറ്റാൻ തോന്നുന്നു, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അന്ന് ഗുജറാത്തിലെ ബുക്ക് ഇറങ്ങിയ കാലം. സാറ് ഈ ബുക്ക് ട്രെയിനിലിരുന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കുറെ നേരം സാറിനെ ശ്രദ്ധിച്ചു. അതിന് ശേഷം ചോദിച്ചു, ഹൗ ഇസ് ദിസ് ബുക്ക് എന്ന് ചോദിച്ചു. സാറ് ലുക്സ് ഗുഡ്, ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ സാറിന് ആളെ കണ്ടപ്പോ മനസ്സിലായി ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായി. അങ്ങനെ പരിചയപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ സർപ്രൈസിംഗ് ആയിട്ട് പറയുകയാണ്, ഐ ആം ഗുജറാത്തി. അങ്ങനെ ഗുജറാത്തിയായിട്ട് പരിചയപ്പെട്ട് സാറ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വൈവേക്ക് ആ സമയത്ത് ഗുജറാത്തി നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വരികയുണ്ടായി. സോ ഗുജറാത്തി ഈസ് നോട്ട് അൺഫെമിലിയർ ടു ഇന്ത്യ. നിങ്ങൾ കണ്ടു കാണും, കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇപ്പം മാറിയിട്ടുണ്ട്, കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഗുജറാത്തി ആൻഡ് സംഗീത എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലെ ബുക്ക് ഇറങ്ങിയിട്ട്, ഗുജറാത്തി ആൻഡ് സംഗീത. ഇപ്പം ആള് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഫോറിൻ ബുക്കുകൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഓഥർ കൂടെ ചേരണം എന്നൊരു നിയമമുണ്ട്. അങ്ങനെയാണ് ഈ സംഗീത എന്നെ തോന്നുന്നത്. സംഗീത ഷീസ് ഫ്രം കോയമ്പത്തൂർ. അവര് കോയമ്പത്തൂരുള്ള ആവിനാശി ലിംഗം MA കഴിഞ്ഞ് എവിടെയോ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറയാൻ കാരണം, ഗുജറാത്തി എന്ന് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അയാള് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല. ഈസ് ഇന്ത്യക്കാരനാണ്, ആന്ധ്രക്കാരനാണ്, സ്റ്റേറ്റ് വർക്ക് ചെയ്യും. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഗുജറാത്തിയുടെ ബുക്ക് കുട്ടികൾക്ക് ഫോളോയിങ് എളുപ്പമാണ്, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ജോൺസ്റ്റൺ, ഇക്കണോമെട്രിക് മെത്തേഡ്സ് ബൈ ജോൺസ്റ്റന്റെ ഒരു ബുക്ക്, ദാറ്റ് ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ക്ലാസിക് ബുക്സ്. ഇപ്പൊ വേറെ ബുക്ക് വന്നിട്ടുണ്ട്, അപ്ലൈഡ് ഇക്കണോമെട്രിക്സ് ബൈ വില്യം ഗ്രീൻ. പിന്നെയുണ്ട്, ഞാൻ പറഞ്ഞു മാത്രം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുട്ടികളുടെ പഠിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നു. പവർ പോയിന്റ് ഉണ്ട്, ലെക്ചർ നോട്ട് ഉണ്ട്, പല ബുക്സ് നമുക്കുണ്ട്. ദെൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സ് അപ്പോൾ ജൂൺ 1 ഒരു കോളേജുകൾ റീഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓൺലൈൻ അഗെയിൻ ദീസ് ടോപ്പിക്സ് വിൽ ബി റിവൈസ്ഡ് ബൈ യുവർ ടീച്ചേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ഞാൻ പലപ്പോഴും പറയാറില്ല, യൂട്യൂബ് ലെക്ചർ. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ട്യൂട്ടോറിയൽ ഓൺ എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ടോപ്പിക്, ഏത് ടോപ്പിക്, ഇക്കണോമെട്രിക്സ് മാത്രമല്ല, ഏത് വിഷയത്തിലും കിട്ടും. ആ ടോപ്പിക്കിന്റെ പേര് കൊടുത്താൽ 5 മിനിറ്റ് 10 മിനിറ്റിൽ സിമ്പിളായിട്ട് എന്താണ് ഐഡിയ ഓരോന്നും. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ സുഗേന ടീച്ചർ ചോദിച്ചു എന്താണ് ഡൈനാമിക് പാനൽ ഡാറ്റ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ഐഡിയ നമുക്ക് കിട്ടാൻ. ഓരോ ടോപ്പിക്കിനും
is very, very useful to the students. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇന്നും വേണ്ടത്ര കയറി ചെല്ലാത്തൊരു മേഖലയാണ് യൂട്യൂബ് ലെക്ചർ. അത് കേട്ട് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ വെരി ക്ലിയർ ഐഡിയ. ഞാനും ചെയ്യാറുണ്ട്. ചില സംശയങ്ങൾ വരേണ്ട സമയത്ത്, ചില ടോപ്പിക്കുകൾ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബുക്ക് വായിച്ചൊരു ഐഡിയ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ലിസൺ ടു ദി യൂട്യൂബ്. ദെൻ വീണ്ടും ബുക്ക് വായിക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ്. So this is how you can do, and I am fully confident if you have understood 50-60% of what I said. 50-60% ഞാൻ പറയാൻ കാരണം ഈ ഓൺലൈൻ ആകുമ്പോൾ ഓഡിയോ പ്രോബ്ലം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയെങ്കിലും ഒരു 50-60% മെറ്റീരിയൽ എങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്, മനസ്സിലായി, ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു വെരി വെൽ. ഇതാണ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാൻ. Now, regarding the teachers, അതിനു മുമ്പ് ഒരു പോയിന്റ് വിട്ടുപോയി. ബുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സുവന ടീച്ചർ സംശയം ചോദിച്ചിരുന്നു. 4.2 മോഡ്യൂൾ 4.2ന്റെ ബുക്ക് എന്താണെന്ന്, ബുക്ക് എന്ന് പറയാമോ എന്നുള്ളത്. ടീച്ചറുടെ ചോദ്യം വളരെ പെർഫെക്റ്റ്. കാരണം ഇതിവിടെ വരേണ്ട, ഈ സിലബസിൽ വരേണ്ട ടോപ്പിക് അല്ല ഗ്രോത്ത് കർവ്സ്. ഇതിൽ വരേണ്ട ഒരു ആവശ്യമില്ല. അതും 4th മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് പോയി വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ബിഹൈൻഡ്. ഇറ്റ് ഈസ് എ ടോപ്പിക് സ്ട്രിക്ട്ലി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഗ്രോത്ത് കർവ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ടോപ്പിക്. എനിവേ, ഞാൻ റെഫറൻസുകൾ പറയാം. നമ്പർ 1, ഇതിൽ ഏറ്റവും നല്ല ബുക്ക്, ടൈം സീരീസിലെ ഗ്രോത്ത് പാറ്റേൺസിനെ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും നല്ല ബുക്ക് അപ്ലൈഡ് ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് written by Croxton and Cowden. Croxton, Croxton, Croxton and Cowden, Cowden, Cowden. A very old book. അതിൽ വളരെ ലെങ്തി ചാപ്റ്റർ ആണ് ടൈം സീരീസിലായി. അതിലെ ഗ്രോത്ത് കർവ്സ് ഗംഭീരമായിട്ട് പറയുന്നു. That is the best reference what I can tell you. Number 1. Number 2, second book is Statistics. ബുക്കിന്റെ ടൈറ്റിൽ ഇതാണ്, Statistics by Taro Yami. Taroyame. Taro Yami. He is a professor in one of the universities in Japan. ഈ ബുക്കാണ് ഞങ്ങളൊക്കെ പഠിച്ചത് 40 years മുമ്പ്. നിങ്ങൾ അതിനകത്തുണ്ട് വെരി ഡീറ്റെയിൽഡ് ചാപ്റ്റർ ഓൺ ഗ്രോത്ത് പാറ്റേൺസ് എന്ന് പറയും. ഇത് രണ്ടുമാണ്. പിന്നെ ഒരു ബുക്ക് ഉണ്ട്, എ തേർഡ് ബുക്ക് വിച്ച് അത് കമ്പയർ റീസെന്റ് ബുക്കാണ് ഗ്രോത്ത് കർവ്സ് എന്ന് പറഞ്ഞിട്ട്. ഗ്രോത്ത് കർവ്സ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത് റിട്ടൺ ബൈ ഫെർഗൂസൺ 1994 ഈ ഗ്രോത്ത് കർവ്സ് എന്ന് പറയുന്ന ബുക്ക് 1994 ഫെർഗൂസൺ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ബുക്ക്. പിന്നെ ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടണമെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ ടൈം സീരീസ് ചാപ്റ്റർ അതിനകത്തും ഈ ഒരു ഐഡിയ ഗ്രോത്ത് കർവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അഗെയിൻ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ there are a number of books on demography. Demography means population studies. അതിലാണ് ഈ ഗ്രോത്ത് കർവ്സ് ഒരുപാട് ഉപയോഗിക്കുന്നത്. ഡെമോഗ്രഫിയുടെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഡെമോഗ്രഫി കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല, പക്ഷെ അതുണ്ട്. Particularly if you go to the website of International Institute of Population Studies, Mumbai,
ബോംബെയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസ്. അവിടെ നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേപ്പറുകൾ കിട്ടും, പബ്ലിഷ്ഡ് പേപ്പർ. അതിൻ്റെ ഡയറക്ടർ ഈസ് മിസ്റ്റർ എസ് ജെയിംസ്. നിങ്ങൾ കേട്ട് കാണിച്ചിരിക്കും. ഈ ഫ്രം പാലക്കാരനാണ്. CDSE PhD കഴിഞ്ഞ് ഈസ് വിത്ത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. അവരൊരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രോത്തുകളിൽ. അവർ ഓഫ് കോഴ്സ് പോപ്പുലേഷന് വേണ്ടിയിട്ടാണ്, പക്ഷേ ഗ്രോത്ത് പാറ്റേൺസിനെ കുറിച്ചുള്ള നല്ല നല്ല വർക്കുകൾ അവരുടെ ഭാഗത്ത്. ദെൻ if I give two more references, a text അല്ല, വർക്ക് പേപ്പേഴ്സ് പോലെ. One is the growth analysis made by Simon Kuznets. നിങ്ങൾക്കറിയാം, എല്ലാവരും പഠിക്കുന്നതാണ് ഗ്രോത്തിൽ. സൈമൺ കുസ്നെറ്റ്സിന്റെ ഗ്രോത്ത് കർവ് ഇസ് വെരി ഫേമസ്. അതിൽ നിന്ന് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് സം മെറ്റീരിയൽ, ആൻഡ് ഓൾസോ ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ഫ്രം സോളോസ് ഗ്രോത്ത് മോഡൽ. സോളോ ഗ്രോത്ത് മോഡലിലും ഈ ഗ്രോത്ത് കർവ്സ്. So these are some of the references regarding the 4.2 module. ടീച്ചറെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതെന്ത്, കാരണം എക്കണോമിക്സ് ബുക്കുകളിൽ ഇത് കാര്യം എവിടെയും പറയുന്നില്ല. ഗ്രോത്ത് കർവ്സിനെ കുറിച്ച് എക്സ്പോണൻഷ്യൽ എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെന്നല്ലാതെ നോട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഡയറക്റ്റ് എക്കണോമെട്രിക് ഡിസ്കഷൻ. So okay, so for that book. Now coming to the last side part. ഇതിൽ and I know many teachers attended, researchers also. അവർക്ക് ഇപ്പോൾ പരീക്ഷ എഴുതേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഇഷ്യൂ വരുന്നില്ല. ബട്ട് ഐ വാസ് ട്രൈങ് ടു ഫോക്കസ് ഓൺ ഓരോ ടോപ്പിക് പറയും, അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൽ വരാവുന്ന ലൈക്ലി പ്രോബ്ലംസ് എന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ത്. ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഗിവ് യു ദ അപ്ലിക്കേഷൻസ് wherever possible. But that gives you a message. That gives you a message. You know what is a message? ആ മെസ്സേജ് കൺവേ ചെയ്യണമെന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്ന ഒന്നാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. When I make lectures on research methodology, ചിലപ്പോൾ ക്ലാസ്സുകൾ കേട്ടിട്ട് അക്കാഡമിക് സ്റ്റാഫ് കോളേജ് കേട്ടിട്ടുള്ളവരുണ്ടാവും. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. Statistical techniques, econometric techniques, mathematical techniques, whatever, they are very useful for analysis. But if it is not properly done, you are misleading the topic. You are misleading the topic. ഞാനത് പറയാൻ കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ without knowing this, because of a fancy, we are doing this exercise. ഒരുപാട് റിസർച്ചേഴ്സ് യൂസ് ടു കം ടു വരുമ്പോൾ ഉണ്ടല്ലോ, ആ ടെക്നിക്ക് ചെയ്യണം, ഈ ടെക്നിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ സാധനം എന്താണെന്ന് പോലും അവർക്കറിയില്ല. I shall give one experience. ഒരിക്കൽ റിസർച്ചറിൻ്റെ അടുത്ത് കുറച്ചാൾ മുമ്പാണ് വന്നത്. എന്താണെന്നറിയോ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫിറ്റ് ചെയ്യുക, ക്രൂഡ് ഓയിൽ റിഫൈനറിയിലാണ് കുട്ടി പ്രോജക്റ്റ് ചെയ്യും. അതിന് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഇത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കൊച്ചിൻ റിഫൈനറിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അവരാകെ ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ, ഗൾഫിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് റിഫൈൻ ചെയ്യുന്നുള്ളൂ. അവരുടെ റോൾ എന്ന് പറയുന്നത് 3% ആണ്. ആ കൺവെർഷനിൽ ക്രൂഡ് ഓയിലിനെ പെട്രോളാക്കി മാറ്റുന്ന ആ പ്രോസസ്സിൽ 3% ഒക്കെ ആയിട്ട് മറ്റാണ് ഇവരുടെ റോള് വരുന്നത്. അതുപോലെ പലപ്പോഴും പലരും ക്രോസ് സെക്ഷൻ ഡാറ്റ ആയിട്ട് സർവേ ഡാറ്റയായിട്ട് വന്നിട്ട് പറയും കോഇൻറ്റഗ്രേഷൻ ചെയ്യണം, അരിമ മോഡൽ ഫിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് എ ടൂൾ ഓൺലി ഇൻ ടൈം സീരീസ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ടെക്നിക്കുകൾ ചെയ്യൂ. ഓൾവേസ് ഐ യൂസ് ടു ടെൽ 4 points. 4 കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്പർ 1, whenever we apply a technique, first of all, we should know what is that. ഇപ്പൊ നിങ്ങൾ പാനൽ ഡാറ്റ ചെയ്യും, എന്താണ് പാനൽ? ആദ്യം അതറിയും.
Number two, for what purpose it was developed. For what purpose it was developed. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പാനൽ ഡാറ്റ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്? Second question. Third question, what is the need of this technique in my research? എൻ്റെ ടോപ്പിക് ഇതാണ്, എൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതാണ്, എനിക്ക് ഈ പാനൽ ഡാറ്റയുടെ ആവശ്യമുണ്ടോ? Fourth one, very 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 important, how to interpret the result. കിട്ടിയ റിസൾട്ടിനെ എങ്ങനെ ഇന്റർപ്രറ്റ്, കിട്ടിയ റിസൾട്ടിനെ എങ്ങനെ ഇന്റർപ്രറ്റ്, very important. And today the difficulty what the researchers are facing, paper writers are facing, എങ്ങനെയാണ് ടെക്നിക്ക് ചെയ്യും? കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഉണ്ട്, ഇത് ചെയ്തു കൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പൊ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, റിസൾട്ട് കിട്ടും. They don't know how to interpret the result. They don't know how to interpret the result. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിന്റെ ഒരു അപകടം എന്താണെന്ന് അറിയൂ? Whenever we combine some figures, you will get a result. Whenever you combine some figures, you get a result. And once in a book I read a very beautiful example regarding correlation. ഈ കോറിലേഷന്റെ മിസ്യൂസ് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ആണ്. He took two variables. One variable, number of babies born in England hospitals. Number of babies born in England hospitals. Number two, second variable, number of railway accidents in America. Number of railway accidents in America. രണ്ടും കൂടെ കോറിലേഷൻ കണ്ടു. He got 0.98 as correlation. Highly correlated. How to interpret this? How to interpret this? സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ ആംഗിൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന 0.988 കിട്ടിക്കഴിഞ്ഞാൽ ഹൈലി കോറിലേറ്റഡ് ആണ്. A baby will be born in England only if a train derails in America. Or whenever a baby is born in England, expect a railway accident in America. We cannot do like that. പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ, അദ്ദേഹം സെൻസിബിൾ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇതാണ് സ്പീരിയസ് കോറിലേഷൻ. പലപ്പോഴും സ്പീരിയസ് കോറിലേഷൻസ് കിട്ടാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, particularly for researchers or paper writers, whenever we get ഈ കോയിഫിഷ്യൻസ് ഒക്കെ പാക്കേജ് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു റീസണബിൾ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റും. That is called contextual interpretation. That is called contextual interpretation. ആ ഇന്റർപ്രിട്ടേഷൻ അറിയണമെങ്കിൽ നമ്മുടെ പാക്കേജും വാല്യൂ മാത്രം പോരാ. ബിയോണ്ട് ദാറ്റ് ഇഫ് യു റിമെമ്പർ, ഞാൻ ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു നിങ്ങളോട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഴ്സുമാരുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. എന്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇത്രയധികം നഴ്സുമാരുണ്ടായി മറ്റ് 13 ജില്ലകളിൽ ഇല്ല? അതറിയണമെങ്കിൽ ഒരു കോറിലേഷൻ വാല്യൂവും റിഗ്രഷൻ വാല്യൂവും ആൻസർ ചെയ്യാൻ പറ്റില്ല. What we require is, we should know the historical factors of Pathanamthitta, the culture of Pathanamthitta. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റേറ്റീവ് വരും. I put in one word, qualitative dimension ഇറങ്ങിച്ചെന്നാലേ തിരിച്ചറിയാൻ പറ്റും. It is equally applicable. Every. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ, whether you use econometric technique for statistical technique, whatever techniques we are using, അതിൻ്റെ പുറകിലുള്ള ഒരു റാഷണാലിറ്റി, അതിൻ്റെ പുറകിലുള്ള ഒരു ലോജിക്ക്, ദീസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു മേ റിമെമ്പർ അഗെയിൻ, ഐ തിങ്ക് ഐ വൺസ് ഒരിക്കൽ പറഞ്ഞു നമ്മളോട്, അമർത്യാസൻ നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചു, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് പോവർട്ടിയെ കുറിച്ചുള്ള വർക്കിനാണ്. സോ അദ്ദേഹത്തിനോട് ചോദിച്ചു, വാട്ട് ഹെൽപ്പ് യു ടു ടോക്ക് സോ ബ്യൂട്ടിഫുള്ളി ഓൺ പോവർട്ടി? ഇത്രയും ഭംഗിയായിട്ട് പോവർട്ടിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയൂ? അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഇക്കണോമെട്രിക് മോഡൽ ഉപയോഗിച്ചു എന്നോ റിഗ്രഷൻ മോഡൽ ഉപയോഗിച്ചു എന്നൊന്നല്ല പറഞ്ഞത്. I was born and brought up in Calcutta in 1940s when the famine was the worst there. ആ ലൈഫ് എക്സ്പീരിയൻസ് ആണ്
helped you to me to talk so beautifully on board. ഇതാണ് നമ്മുടെ qualitative dimension. And only when our quantitative analysis, statistical econometric analysis is supplemented with the qualitative analysis, the real results will come. The real results will come. ഇത് not only in econometrics or economics, എല്ലായിടത്തെയും പ്രോബ്ലം ഈവൻ മെഡിക്കൽ സയൻസ് ഓൾസോ ഇപ്പം മുഴുവൻ എന്താണ് ടെസ്റ്റുകളാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റ്. ബട്ട് അബൌട്ട് ഓൾഡ് ഡോക്ടേഴ്സ്. അപ്പൊ നമ്മൾ റിസർച്ച് മെത്തഡോളജിയൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി, ഓൾ ദീസ് ഫാക്ടേഴ്സ് വളരെ സിഗ്നിഫിക്കൻറ്റ് റോൾ. അത് ഇനി ഞാൻ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ മെത്തഡോളജിയെ കുറിച്ച് പറയാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഡെലിബറേറ്റഡ് നിർത്തുകയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ദോസ് ടീച്ചേഴ്സ് ഓർ റിസർച്ചേഴ്സ് ഹു അറ്റൻഡഡ് മീ, നമ്മൾ ഈ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ദ റോൾ ഓഫ് ദീസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇറ്റ് ഈസ് സെക്കൻഡറി, നോട്ട് പ്രൈമറി. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇത് പ്രൈമറി ആവുകയും തിങ്കിങ് പ്രോസസ്സ് കുറയുകയും ചെയ്തിരിക്കുകയാണ്. ആ ഒരു മെസ്സേജാണ് വിച്ച് ഐ വോണ്ട് ടു കൺവേ ടു ദി ടീച്ചേഴ്സ്, പേപ്പർ റൈറ്റേഴ്സ്, റിസർച്ചേഴ്സ്, എക്സെട്ര. സോ എനിവേ, all these days we were so lucky to have our sessions without much disruption. കാരണം ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഒരു ദിവസം അറ്റൻഡ് റീഅറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളൂ. മറ്റെല്ലാ ക്ലാസ്സുകളും നടന്നു. And I think many of you have participated in the class also. As I told you yesterday, I had a great vision to finish off this class by before 31st, because from 1st June onwards you have your own engagement classes, etc. It was a very nice experience, and as I promised to the students, I have given a list of few questions. സാറിന് കൂടെ അയച്ചിട്ടുണ്ട്. സാറ് നാൾക്കുമായിട്ട് പങ്കുവയ്ക്കുന്നത്. So some questions are also touched upon. It was a nice experience for me also. കാരണം ഇത് ശ്രീജ മിസ് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി വയ്ക്കുമ്പോൾ we had little apprehension. കാരണം whether we will be able to convey the message. ഞാൻ പറയും, what I did was ബേസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ മോൾഡ് ചെയ്തിട്ടുണ്ട്. ബേസ് ഇട്ട് സ്ട്രക്ചർ മോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ആദ്യത്തെ വാക്ക് തറ എന്നാണ്. ഇപ്പൊ പറയില്ലാത്ത അവസ്ഥയാണ്. അത് വേറെ കാര്യം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനേ, ശ്രീജ മിസ്, ഞങ്ങളൊക്കെ നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു 50 പ്രായം സംബന്ധിച്ചിടത്തോളം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം പഠിച്ച വാക്ക് തറ. ആ തറയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നു. തറ മാത്രമല്ല, തറയുടെ മുകളിൽ ഇഷ്ടിയൊക്കെ വെച്ച് സ്ട്രക്ചറാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ വീട് പണി കഴിഞ്ഞിട്ടില്ല. ഇനി പണി കഴിക്കാൻ ഇറ്റ് ഈസ് ഈസി. സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ the rest is easy for you, and I hope you will be able to do it successfully. And if you have any doubts, you can consult with your teachers. കോളേജിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ല, if any student or any teacher or anybody wants any clarification, any additional information from my side, you are free to my number. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാട്സപ്പ് അയക്കാം. പിന്നെ ഓഫ് കോഴ്സ് കോളേജ് ടീച്ചേഴ്സ് ഉണ്ട്, അവരും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് തരും. സോ വിഷ് യു ഓൾ എ വെരി ഗുഡ് ലേണിംഗ് exercise and good performance examination to all the students, and also wish all the teachers, researchers to go for a better application of these techniques based on this knowledge. നിങ്ങളുടെ ക്ലാസ് കേട്ടവരുടെ നോളജ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള നോളജിനേക്കാൾ 20% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. 20% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആസ് എ ടീച്ചർ ഐ ആം ഹാപ്പി. സോ താങ്ക് യു സോ മച്ച്.
Sir, there is a question from Gayatri. Could you please tell us about panel data unit root and co-integration test and its reference material? ഓക്കെ, അതിനകത്ത് ഈ കോ-ഇന്റഗ്രേഷൻ പാനൽ ഡാറ്റയുടെ അത് ഞാൻ പറയാതിരിക്കാൻ കാരണമുണ്ട്. കോ-ഇന്റഗ്രേഷൻ്റെ എന്താ പറയുക, കോ-ഇന്റഗ്രേഷൻ പാനൽ ഡാറ്റ കോ-ഇന്റഗ്രേഷൻ അല്ലേ ചോദിച്ചത്? Yes, yes. Yes, sir. Panel data unit root and co-integration. ഓക്കെ, അതിൻ്റെ ടെസ്റ്റിംഗ് സാധാരണ നമ്മളുടെ കോ-ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഓഫ് കോഴ്സ് പ്രൊസീജിയർ കുറച്ച് ടഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് ഒരു ടെസ്റ്റ് പറഞ്ഞില്ലേ, ഹോസ്മാൻ ഓഫ് കോഴ്സ് ടെസ്റ്റ്, ജൊനാൻസൺ ടെസ്റ്റ് പറഞ്ഞല്ലോ. ഹലോ, ആ ടെസ്റ്റ് ഇതിന് അത് ഞാൻ പറഞ്ഞ ഡിഫറെൻറ്റ് സീരീസ് ഓഫ് കോ-ഇന്റഗ്രേഷൻ, സീരീസ് 1, സീരീസ് 2, സീരീസ് 3, എൻ സീരീസ്. നമ്മുടെ പാനൽ ഡാറ്റയുടെ നേച്ചർ എന്താണ്? പാനൽ ഡാറ്റയുടെ നേച്ചർ ഒരുപാട് ക്രോസ് സെക്ഷൻസും ഒരുപാട് ടൈം സീരീസും എല്ലാം തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോസസ് വെച്ച് വീണു. അപ്പം അതിൻ്റെ ഈ വലിയ സീരീസിൻ്റെ മ്യൂച്വൽ ആയിട്ടുള്ള കോ-ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് സെയിം ടെസ്റ്റ് യു ക്യാൻ യൂസ്, സെയിം ടെസ്റ്റ്. ഇനി ഇതിൻ്റെ റെഫറൻസ് മെറ്റീരിയൽ ഇപ്പം അതിൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന റെഫറൻസ് ഞാൻ പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഗുജറാത്തി. ആ റെഫറൻസ് മെറ്റീരിയലാണ് അപ്ലൈഡ് ഇക്കണോമെട്രിക്സ് ബൈ വില്യം ഗ്രീൻ. അപ്ലൈഡ് ഇക്കണോമെട്രിക്സ് ബൈ വില്യം. അതാണ് കാരണം ഇത് ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത് പറഞ്ഞോട് പറയാണ്, നമ്മുടെ ഗുജറാത്തിക്കകത്ത് ഒരു PG സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ എക്കണോമെട്രിക്സ് പറയുന്നുണ്ട്, PG സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ എക്കണോമെട്രിക്സ് പറയുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് ടൈം സീരീസ് എക്കണോമെട്രിക്സ് പറഞ്ഞിട്ട് തന്നെ ബുക്ക് ഉണ്ട്. ടൈം സീരീസ് എക്കണോമെട്രിക്സ് പറഞ്ഞ ഒരു, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗായത്രി ചോദിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കോഴ്സ് ഈ ബുക്ക് മതി എന്നുള്ളത് ശരി. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ഉണ്ട്, ടൈം സീരീസ് എക്കണോമെട്രിക്സ്. ടൈം സീരീസ് ബുക്കിന്റെ ടൈറ്റിലാണ് ടൈം സീരീസ് എക്കണോമെട്രിക്സ്, റിട്ടൺ ബൈ ക്രിപ്സ്, KRIPS, ക്രിപ്സ്. ടൈം സീരീസ് എക്കണോമെട്രിക്സ് ബൈ ക്രിപ്സിന്റെ ബുക്ക് ഉണ്ട്, നമ്പർ 1. നമ്പർ 2, വില്യം ഗ്രീൻ്റെ അപ്ലൈഡ് എക്കണോമെട്രിക്സ്. പക്ഷേ വില്യം ഗ്രീൻ്റെ അപ്ലൈഡ് എക്കണോമെട്രിക്സിന് ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര കട്ടിയാണ്, മാട്രിക്സ് ഓൾജിബ്ര വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ. Any other doubts or any clarifications? Dear participants, the 19th sessions lecture series is coming to an end. If you have any more questions, please. Sir, I think now it's time to conclude the session. Okay. And I request participants to come forward with your feedback, please. I think Leji is talking, but it is not clear. It's not coming out. Leji, I think your microphone has got some problem. Hello. Yes, now it's clear. Now it's clear. Okay. Good morning, sir. ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റ് ശങ്കര കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന് ശ്രീജ മിസ്സിനും ടീമിനും വളരെയധികം താങ്ക്സ്. കാരണം KP മാണി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിൽ വളരെ സന്തോഷമാണ്. ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എല്ലാ സെഷൻസും.
ഞാൻ ആദ്യമേ തന്നെ ഈ എക്കണോമെട്രിക്സ് എൻ്റെ പേര് ലിജി എന്നാണ് സാറേ. ഞാൻ Yes. യു സി കോളേജിലെ ടീച്ചറാണ്. അപ്പോൾ എക്കണോമെട്രിക്സ് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാമെന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ തന്നെ സിലബസ് നോക്കിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കുട്ടികളോട് പറയുന്നത് ഇറ്റ്സ് എ നൈറ്റ് മെയർ, പേടിയാണ്. ഉറക്കം പോലും കിട്ടാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട് ഇതെങ്ങനെ പഠിപ്പിക്കും. കാരണം ഈ ടേംസ് ഒന്നും തന്നെ ഫെമിലിയർ അല്ല. എക്കണോമെട്രിക്സിന്റെ ബേസിക് പേപ്പർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ PG ലെവലിൽ. ഇതൊക്കെ അഡ്വാൻസ്ഡ് എക്കണോമെട്രിക്സിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതൊന്നും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ ഗാർക്ക് എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസ് ആണ്. എന്നാലും പഠിച്ചെടുക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ്, സാറ് പറഞ്ഞ പോലെ യൂട്യൂബിലെ വീഡിയോസ് നോക്കിയിട്ടാണ് മിക്കവാറും എല്ലാ കൺസെപ്റ്റ്സും പഠിച്ചെടുക്കാറ്. അപ്പോൾ തേർഡ് സെം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. ഫോർത്ത് സെമ്മും അങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ധൈര്യമായിരുന്നു. പക്ഷെ എന്നാലും ഗുജറാത്തി ആദ്യം വായിച്ചു തുടങ്ങിയപ്പോൾ നല്ല ബുദ്ധിമുട്ടായി. ഈ സ്റ്റേഷനാരിറ്റി ഉണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ക്ലാസ് തുടങ്ങിയത്. വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ടെൻഷനേ ഇല്ല. കാരണം ഇത്രയ്ക്കേ ഉള്ളൂ, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ സെഷൻസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സാറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, സാറിൻ്റെ ക്ലാസ്സിൻ്റെ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എക്സാമ്പിൾസ് ആണ്. ഞാൻ PG പഠിക്കുമ്പോഴും ഈ ടീച്ചേഴ്സ് പറയുന്ന എക്സാമ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ ലെക്ചർ നോട്ടിൽ എഴുതിയെടുക്കാറ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാറിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. പ്രത്യേകിച്ച് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എക്കണോമെട്രിക്സ് ഓൺലൈൻ മോഡിലൂടെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. എഫക്റ്റീവ് ആകുമോ, പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എക്കണോമെട്രിക്സ് പോലുള്ള പേപ്പറിന് ബോർഡ് ആവശ്യമുണ്ട് എന്നുള്ള ഒരു മിഥ്യാധാരണ മനസ്സിലുണ്ടായിരുന്നു. അതും സാറ് ബോർഡ് പോലും ഇല്ലാതെ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എക്കണോമെട്രിക്സ് പഠിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള വളരെ എഫക്റ്റീവായിട്ട് ഓൺലൈൻ മോഡിലൂടെയും പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് സാറിൻ്റെ ക്ലാസ്. ശരിക്കും സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് വളരെ റോൾ മോഡൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാറിൻ്റെ ഒരു എഫേർട്ടിന് പ്രത്യേകിച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് നന്ദി സമർപ്പിക്കുന്നു സാർ. താങ്ക് യു സോ മച്ച് സാർ. ലിജി മിസ് UC കോളേജ് അല്ലേ? അതെ. UC കോളേജിലെ സുനി വാസ് മൈ സ്റ്റുഡന്റ്. ഓക്കെ. സുനി മിസ് റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം. ഞാനൊരു 4 കൊല്ലം കളമശ്ശേരി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ്. ഓക്കെ സാറേ. വാസ് മൈ സ്റ്റുഡന്റ്. ഓക്കെ. ഈ ലിജി മിസ് പറഞ്ഞ ഒരു പോയിന്റോട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മൾ ഓൺലൈൻ മോഡിൽ പഠിപ്പിക്കുമ്പോൾ വല്ലാതെ ഇക്വേഷൻസ്, ഇതെന്നല്ല ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ ഇക്വേഷൻസ് വല്ലാതെ എഴുതി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ആ അപ്രോച്ചാണ് ഞാൻ എടുത്തിരുന്നത്. ആ കീ ഇക്വേഷൻസ് മാത്രം നമ്മൾ കൊടുത്ത്, പിന്നെ കുറച്ച് ഈ കേൾക്കുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ കുറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച്. ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഇരിക്കുന്ന കൺഫ്യൂഷൻ വരും. ദാറ്റ് ഈസ് ട്രൂ. ഒരുപാടുള്ള കൺഫ്യൂഷൻസും ഉണ്ട്. പിന്നെ അനദർ പോയിന്റ് വിച്ച് യു മെൻഷൻഡ്, അത് ടീച്ചർ മാത്രമല്ല പലരും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാര്യം എന്നെ കുറിച്ച് പറയില്ല, ടീച്ചേഴ്സ് who are attending the sessions. ഞാൻ BEd സ്റ്റുഡൻസിനോട് കാനഡ സ്റ്റാഫ് കോളേജിലും അതുപോലെ ചിലപ്പോൾ BEd സ്റ്റുഡൻസിനെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് സ്കൂളിൽ, അവരുടെ BEd കോളേജുകളിൽ. ഒരു കാര്യം എപ്പോഴും പറയാറുള്ളത്, നമ്മൾ എപ്പോഴും ഒരു കൺസെപ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. യു സ്റ്റാർട്ട് യുവർ ക്ലാസ് വിത്ത് എൻ എക്സാമ്പിൾ. ഇത് ഈ ഒരു ആർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ don't unnecessarily complicated things. ഒരു PG സ്റ്റുഡൻസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ബേസ് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ളതൊക്കെ അവർ വായിച്ചെടുത്തു. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ, ടീച്ചർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ പലപ്പോഴും BEd കോളേജുകളിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. നമുക്ക് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു എക്കണോമെട്രിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് പേടിയാണെന്ന് പറഞ്ഞു. ഈ പേടി ആരുണ്ടാക്കി വെച്ചതെന്ന് പറയൂ? ഈ പേടി ഉണ്ടാക്കി വെച്ചത് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സാണ്.
സ്കൂൾ ടീച്ചേഴ്സിലെ സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ് ഈ പേടി മുഴുവൻ നമ്മളിലുണ്ട്. ഞാൻ അവരോട് മുഖത്തേക്ക് പറയാറുണ്ട് ഈ കാര്യം. നിങ്ങൾ ഓർത്തു നോക്കി, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ദ നോൺ ടെററിസ്റ്റ് ഇൻ ദ സ്കൂൾ ഈസ് ദ മാത്തമാറ്റിക്സ് ടീച്ചർ. പക്ഷേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, there is a very beautiful article by നമ്മുടെ മാട്രിക്സ് സോൾവ് ആളുണ്ടല്ലോ, സി ആർ റാവു എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്, ദ ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു. എടുത്ത് വായിക്കേണ്ടതാണ്, ദ ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സ്. അദ്ദേഹം പറയുന്നത് മാത്തമാറ്റിക്സ് ഒരു ലോജിക്കാണ്. ആ ലോജിക്ക് കിട്ടി പിന്നിലെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ആർക്കും വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതേ. സോ ട്രൈ ടു പ്രസന്റ് the subject in a very simple and lucid way. പിന്നെ എക്കണോമെട്രിക്സിൽ ഒരു അപകടം കൂടി ഉണ്ട് കേട്ടോ ടീച്ചറെ, വിത്ത് കീപ്പിംഗ് ഓൾ റെസ്പെക്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് എക്കണോമെട്രിക്സ് മാത്രമല്ല ചില സബ്ജക്റ്റുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഇത് പഠിപ്പിക്കുന്നവർ സിംപ്ലിഫൈ ചെയ്യില്ല. അങ്ങനെ ഞാൻ തോന്നാറുണ്ട്. എന്തിനാണെന്നറിയോ? ഇത് വലിയൊരു സംഭവമാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. എക്കണോമെട്രിക്സ് ഇപ്പൊ എനിക്കറിയാം, ആരും കുറ്റമായിട്ട് പറയില്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില എക്കണോമെട്രിക്സ് നമ്മുടെ എക്കണോമിക്സ് ഫ്രട്ടേണിറ്റി ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പറയും, എക്കണോമെട്രിക്സ് പഠിപ്പിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റില്ല, ഇറ്റ് ഈസ് വെരി വെരി ടഫ് സാധനം ആണെന്ന് പറയാറുണ്ട്. അതിൻ്റെ മെസ്സേജ്, അതിൻ്റെ എക്കണോമെട്രിക്സിൻ്റെ മെസ്സേജ്, ഫിലോസഫീസ് ഞാൻ 45 കൊല്ലം ഇത് പറയാൻ തുടങ്ങിയിട്ട്. സ്റ്റുഡൻസിനോട് മാത്രമല്ല, റിസർവ് ബാങ്ക്, പ്ലാനിംഗ് ബോർഡ്, ഇവിടെയൊക്കെ ഇപ്പോൾ പറയാറുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ 2002 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്കണോമെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് BA-ക്ക് 20 കൊല്ലം മുമ്പ്. അന്ന് ഇതേ എക്സർസൈസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ ചെയ്യും. അന്ന് ഇതല്ല, ടൈം സീരീസ് അല്ല, നമ്മുടെ ബേസിക് എക്കണോമെട്രിക്സ്. അന്ന് എക്കണോമെട്രിക്സ് അറിയുന്ന ടീച്ചേഴ്സ് ഇന്ന് പിന്നെ കുറേ കൂടെയൊക്കെ ഉണ്ട്. ടീച്ചർ ലിജി പറഞ്ഞതുപോലെ ബേസിക് പേപ്പർ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് മുമ്പ് പഠിച്ചു വന്നിട്ടുള്ള MA-ക്ക് പഠിച്ചവരുണ്ട്. മുമ്പ് അതുപോലും ഉണ്ടായിരുന്നില്ല. അവർ പലരും പക്ഷെ എക്കണോമെട്രിക്സ് പഠിപ്പിക്കാൻ വില്ലിംഗ് ആയിട്ട് വന്ന് ചിത്തൂർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് 3 മാസം എല്ലാ സാറ്റർഡേസിലും ഞാൻ അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തു. ആൻഡ് ഐ നോ അതിൽ പെട്ട ചിലരൊക്കെ ഇന്ന് ദേ ആർ എക്സലന്റ് ടീച്ചേഴ്സ് ഓഫ് എക്കണോമെട്രിക്സ്. 5-6 കൊല്ലം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് പലരും എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്, ദേ ആർ എക്സലന്റ് ടീച്ചേഴ്സ്. അതുകൊണ്ട് നമ്മുടെ ഒരു ആസ് ടീച്ചേഴ്സ് എപ്പോഴും നമ്മളൊരു സിംപ്ലിഫൈഡ് അപ്രോച്ച്, ആദ്യം കാര്യം സിമ്പിളായിട്ട് എക്സാമ്പിളിൽ കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലാണ് പിന്നെ മാത്തമാറ്റിക്കൽ സ്ട്രക്ചറും സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രക്ചറും ഒക്കെ വരുന്നത്. ലിജി ടീച്ചർ എവിടെയായിരുന്നു MA? സാറേ ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കാമയ്യയുടെ സ്റ്റുഡന്റ് ആണല്ലേ? അതെ 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 സാറേ. ഞാൻ കാമയ്യ ഇപ്പോ ജമ്മു കാശ്മീരിലാണല്ലോ. ഓക്കെ, അറിയത്തില്ലായിരുന്നു. ഞാനൊരു 6 മാസം മുമ്പ് PhD വൈവിക്കാം സ്റ്റുഡന്റ് PhD വൈവിക്ക് വേണ്ടി അവിടെ പോയിരുന്നു. ഓക്കെ സാറ് ജസ്റ്റ് റിട്ടയർ ചെയ്തിട്ട് ജമ്മു കാശ്മീർ യൂണിവേഴ്സിറ്റി. പക്ഷെ അപ്പൊ ടീച്ചർ പറഞ്ഞതിനോട് ഇടയ്ക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ നല്ല സ്ട്രോങ് ആണ് എക്കണോമെട്രിക്സ്. അപ്പൊ ടീച്ചർ നല്ല സ്ട്രോങ് ആണ്. ബേസിക്സ് ഇപ്പൊ പഠിപ്പിച്ചപ്പോ കുഴപ്പമില്ല സാറേ. ഞാൻ 10 വർഷമായി ഇപ്പൊ PG കഴിഞ്ഞിട്ട്. അപ്പൊ ടച്ച് പോയി സത്യം പറഞ്ഞാല്. കാമയ്യാണോ പഠിപ്പിച്ചിരുന്നത്? കാമയ്യ സാറാ പഠിപ്പിച്ചത് ബേസിക്സ്. അല്ല, അതേ സാറാണ് അവിടെ ബേസിക് എക്കണോമെട്രിക്സ്. കാമയ്യ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ, എ റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ ഇന്ത്യ ഇൻ എക്കണോമെട്രിക്സ്. ഓക്കെ സാർ. Anybody else for the feedback, please? നമസ്കാരം സാറേ, കേൾക്കാമോ? കേൾക്കാം. സാറേ, എൻ്റെ പേര് സുകന്യ. ഞാൻ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ അധ്യാപികയാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, എനിക്ക് ആദ്യത്തെ 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്.
അപ്പോൾ ലിജി ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് ഈ അഡ്വാൻസ്ഡ് എന്ന് സാറ് ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഇങ്ങനെ എന്തിനാണ് അഡ്വാൻസ്ഡ് എന്നൊരു പേര് കൊടുത്തതെന്ന്. കാര്യം അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്നൊരു പേടിയാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ പി ജിക്ക് പഠിച്ച ആ ഒരു ബേസ് ഒക്കെ വെച്ചിട്ട് തേർഡ് സെമസ്റ്റർ പഠിപ്പിക്കാൻ പറ്റി. പക്ഷേ ഈ അഡ്വാൻസ്ഡ് എന്നുള്ള സംഗതി നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് ആയിരിക്കും, ഭയങ്കര ടഫായിരിക്കും എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. പക്ഷേ സാറ് വളരെ സിമ്പിളായിട്ട് എൻ്റെ സ്റ്റുഡൻസും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞത് ഇതാണ്, വളരെ സിമ്പിളായിട്ട് എന്താണ് ബേസിക്സ് മുതൽ സംഗതി പറയുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് കാര്യം ഉള്ളിലേക്ക് എടുക്കാനും അത് ഇനിയും കുട്ടികൾക്കാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു പേടി മാറി. പിന്നെ ഈ എക്സാമ്പിൾ ഒക്കെ വെച്ച് വളരെ ടേബിളൊക്കെ എത്ര രസകരമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് സാർ പ്രസന്റ് ചെയ്തത്. അതേപോലെ ഒരു എന്താ പറയുക, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമുക്ക് എന്തും പറയാം. അല്ലെങ്കിൽ സാറ് നമ്മുടെ ഉള്ളിൽ മനസ്സിലിങ്ങനെ തോന്നും ഇതെങ്ങനെയാണ് എന്ന് തോന്നുമ്പോഴേക്ക് സാർ അത് അറിഞ്ഞിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണ മാതിരി ഇതിങ്ങനെയാണ് പറഞ്ഞു തന്ന ആ ഒരു രീതിയൊക്കെ വളരെ ഒരുപാട് ഇക്കണോമെട്രിക്സിന്റെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സാർ പറഞ്ഞ പോലെ പല കാര്യവും നമുക്കൊന്ന് ഫുള്ളായിട്ട് റിവീൽ ചെയ്യാണ്ട് കവർ ചെയ്ത് പറയണ മാതിരി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ സാർ അങ്ങനെയൊന്നും അല്ല. സാറിന്റെ ഒരു 40 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എ ടീച്ചർ നമ്മുടെ ഉള്ളിലേക്ക് അത് മാക്സിമം സാർ എങ്ങനെയൊക്കെ തരാൻ പറ്റുമോ അത്രയും തന്നു എന്നുള്ളതാണ്. നമുക്കത് അതേമാതിരി കിട്ടി, നമ്മൾ അതേമാതിരി എടുത്തു. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ ആ ഒരു ഇഫേർട്ടിനും സാറിൻ്റെ ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ എത്ര പറഞ്ഞാലും നമ്മുടെ സന്തോഷം തീരില്ല. അതേപോലെ തന്നെ ശ്രീജ ടീച്ചറിനോടും പ്രസാദ് സാറിനോടും ശ്രീശങ്കരയിലെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ഒക്കെ നമ്മൾ താങ്ക് യു പറയാണ്. ഇത്രയും നല്ലൊരു സാറിനെ എമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി ഇത്രയും നല്ല ക്ലാസ്സസ് എടുക്കാനായിട്ട് കാണിച്ച ഒരു എഫേർട്ടിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. Thank you, Suganya. Anybody else? Sir? Yes. Yes. Sir, I am Manisha, a PG student in Sri Shankara College. For me, it was a very useful session. Thank you for covering the entire syllabus for us. Thank you, sir. Thank you. Thank you, Manisha. Anybody else, please? As Manisha said, he has given a question bank to be participants for our use. Please make use of it. I have given it in the chat box. And we have already uploaded all these sessions to the official YouTube channel of the college. You can also make use of those resources. Thank you. I think it is now the time for concluding the session. Good afternoon, one and all. Myself, Prasad, Assistant Professor of Economics, Sri Shankara College. Respected Mani sir, Srija teacher, students, and other fellow participants. For the last 3 months, we have been on the path of understanding some of the advanced topics in econometrics. The 3-month-long lecture series on time series econometrics, organized by the Department of Economics, Sri Shankara College, Calicut, primarily aimed at imparting a comprehensive knowledge of time series econometrics to the students of MA program, that is 4th semester, in the affiliated colleges of MG University. To lead us to the realm of knowledge, we are fortunate to have one of the best teachers in this area of econometrics, Professor K.P. Mani, the former professor and the head of the Department of Economics, University of Calicut, who specialized in econometrics, mathematical economics, and quantitative economics, and is having more than 40 years of teaching experience in these subjects. We started our program on March 3. Since then, we altogether had 19 lecture sessions in 10 days. We have almost covered the prescribed syllabus
for the course on Econometrics 2 in the MG University syllabus for MA Economics. We all know in 2019, PG Board of Studies of Mahatma Gandhi University implemented a restructured syllabus under the Mahatma Gandhi University PGCSS regulations. One of the highlights of the new syllabus is the introduction of a new course on not so often discussed area in economics known as heterodox economics and two core papers on econometrics, exposing our students to these streams of ideas. We are increasingly becoming popular is critical for their academic and intellectual growth. Apart from the present lecture series on time series econometrics, we, the Department of Economics, also conducted a 4-day online workshop on heterodox economics on September 22, 23, 24, and 25 to familiarize students and teachers different school of heterodox economics with special focus on emerging trends and practical applications. For both these programs, we, the staff members of the department, are highly indebted to Dr. Srija S., our beloved head of the department. It was her brainchild to organize all these programs. We, the whole department, agreed to her idea and worked together. Thus, this lecture series is the result of the collective effort of all the members of the staff in the department under the leadership of Dr. Srija. On behalf of all those who gathered here, I extend Dr. Srija, yes, my most sincere vote of thanks. And now I express my heartfelt vote of thanks to the eminent resource person, Professor K.P. Mani, who led us to the realm of time series econometrics profoundly. With his passionate knowledge in the area, it was a very comprehensive explanation on the various aspects of time series econometrics with suitable examples. As I said before, it was really fortunate that he was able to find time to spend with us in this whole lecture series of 10 days. We, all the participants, are highly motivated and enlightened. And on behalf of the Department of Economics, Sri Shankara College, and my own behalf, I express my most respectful vote of thanks to you for your valuable presence. It is also my duty to thank my colleagues, Dr. Geeta, Dr. Premi, Lieutenant Raji, and Dr. Anu for their all-time support. Thank you, my dear friends. The lecture series is also supported by Sri Shankara Management Aid for Research and Transformation, launched by the Sri Shankara College Management. The vision of our management is truly the guiding spirit of the academic life of this college. On behalf of the department and all those who gathered here, and on my own behalf, I extend my heartfelt gratitude to Sri Anand, the respected Managing Director. It is also my obligation to thank Dr. Preeti Nair, who is the IQAC coordinator. It is with the constant encouragement and support from the IQAC, we, the department, is successfully conducting such lecture series and other academic programs. On behalf of the department and all the participants, I extend Dr. Preeti Nair my most sincere vote of thanks. I also thank Dr. Suganya S. Nair of NSS Hindu College, Changanasheri, and Srimati Liji Lawrence, and my own student Manisha for your valuable feedback. Then thanking the participants is the most important duty as far as this lecture series is concerned. I believe their active participation and their valuable time is the most important aspects of any such successful academic event. It is with your support we were able to make this lecture series a grand success. Thank you so much, all dear fellow participants. Thank you one and all. Thank you so much. And one important information for you participants, we have uploaded all the lecture sessions on the official YouTube channel of Sri Shankara College. Please make use of it. Thank you.
Prof.